ഹേ ഗായ്സ്, വെൽക്കം ടു മൂവി എക്സ്പ്ലനേഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2023 പുറത്തിറങ്ങിയ ഒരു ബംഗാളി ത്രില്ലർ മൂവി ആയിട്ടുള്ള ഫ്രൈഡേ ആണ്. സോ മൂവിയുടെ തുടക്കത്തിൽ ഒരു പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നു. അവിടെ ഫ്രൈഡേ എന്ന പേരുള്ള ഒരു ഫയൽ കാണിക്കുന്നു. സീൻ ഷിഫ്റ്റായി ഒരു ലേഡി നമ്മൾ കാണുന്നുണ്ട്. അവർ ബാത്റൂമിൽ ഒരു ഡെഡ് ബോഡി വെട്ടി നുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു കോളിംഗ് ബെല്ല് കേൾക്കുന്നു. പിന്നീട് വേറെ ഒരു സീനിൽ 2 ലവേഴ്സിനെ കാണിക്കുന്നുണ്ട്. അവർക്ക് ശരിക്കും അവിഹിത ബന്ധമാണ് ഉള്ളത്. ആ ലേഡിക്ക് ടിക്ടോക്ക് വീഡിയോ ചെയ്യുന്നത് ഇഷ്ടമാണ്. അവർക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഇയാൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ലേഡിക്ക് ഒരു റിംഗ് ലൈറ്റ് വേണം എന്ന് അവർ പറയുന്നു. എന്നാൽ ഹോട്ടലിലേക്ക് വന്നാൽ അയാൾ വാങ്ങിത്തരാം എന്ന് അയാൾ പറയുന്നുണ്ട്. എന്നാൽ ആ ലേഡി പിന്നീട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇയാൾ റിംഗ് ലൈറ്റ് പിന്നീട് വാങ്ങിത്തരാം എന്ന് പറഞ്ഞിട്ട് അയാളും അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് പോകുന്ന വഴിയൊക്കെ ഇയാൾ കാണുന്ന സ്ത്രീകളെയൊക്കെ വായി നോക്കുന്നുണ്ട്. ഇതിൽ നിന്നും ഇയാൾ സ്ത്രീ വിഷയത്തിൽ കുറച്ച് വീക്കാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. തിരിച്ച് വീട്ടിലെത്തിയിട്ട് തൻ്റെ ഭാര്യയെ ശ്രദ്ധിക്കുന്നില്ല. ഇതേ സ്ത്രീയാണ് നമ്മൾ മൂവിയുടെ തുടക്കത്തിൽ കാണുന്നതും. ഇവരാണ് ഈ മൂവി നറേറ്റ് ചെയ്യുന്നതും. ഇയാൾ തൻ്റെ കാമുകിയുമായി ചാറ്റ് ചെയ്യുകയാണ്. ഇതേ സമയം തന്നെ മകളെ പഠിപ്പിക്കാൻ വന്ന ട്യൂഷൻ ടീച്ചറിനെയും വളയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഫ്ലേർട്ടിംഗ് വേർഡ്സ് ഒക്കെ പറയുന്നുണ്ട്. TV ഇട്ട് ശല്യപ്പെടുത്തുന്നു. എന്നാൽ ഇത് മനസ്സിലാക്കിയ ഭാര്യ, വേണ്ട വിട്ടുകളയ ചേട്ടാ, നമ്മുടെ മകളെ പഠിപ്പിക്കാൻ വന്ന ടീച്ചറല്ലേ എന്ന് പറയുന്നു. ഇതേ സമയം വാടകക്കാരി വാടക കൊണ്ടുവരുമ്പോൾ അവരെയും വളയ്ക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ അവരുടെ ഭർത്താവ് അങ്ങോട്ടേക്ക് വരുന്നതും ഈ കഷ്ണിയുള്ള ആൾ അവിടെ നിന്ന് പോകുന്നു. കള്ളക്കാമുകിയുമായി ഫോൺ സംസാരിച്ചു വരുമ്പോഴാണ് അത് വേറെ ആരുമല്ല, ഇയാളുടെ ഭാര്യയുടെ അനുജത്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. 16 വർഷം മുമ്പ് ഉപേക്ഷിച്ചു പോയ അച്ഛൻ തിരിച്ചു വന്നു എന്ന് അവൾ പറയുന്നു. അങ്ങനെ അച്ഛനെ കാണാൻ ഭാര്യയും കൊണ്ട് ഇയാൾ പോകുന്നുണ്ട്. എന്നാൽ അച്ഛനെ കണ്ട് സംസാരിക്കാൻ ഇയാളുടെ ഭാര്യ തയ്യാറാകുന്നില്ല. ഭാര്യയുടെ അമ്മ പറയുന്നുണ്ട് അച്ഛന് വേറെ ഒരു കുടുംബം ഉണ്ട് എന്ന്. പ്രസന്റ് സീൻ കാണിക്കുന്നു. ഒരു ഇൻറ്ററോഗേഷൻ റൂമാണ് അത്. അവിടെ ഈ കഷണ്ടിയുള്ള ആളുടെ ഭാര്യയെ കാണിക്കുന്നുണ്ട്. അവർ നമുക്ക് ഈ കഥയിലെ ഹീറോയിൻ എന്ന് വിളിക്കാം. സോ അവരും അവരുടെ ഫാമിലി മെമ്പേഴ്സും ഒക്കെ അവിടെ വരുന്നുണ്ട്. അവരെ ഓരോരുത്തരെയായി ഇൻറ്ററോഗേറ്റ് ചെയ്യുന്നതായും നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. പിന്നീട് പാസ്റ്റിലേക്ക് സിനിമ പോവുകയാണ്. 16 വർഷം അടിച്ചുപൊളിച്ച് ജീവിച്ച അച്ഛൻ്റെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ടാവുമെന്നും അതിൽ നിന്നും 4 ലക്ഷം രൂപ ചോദിക്കാനും അയാൾ പറയുന്നുണ്ട്. എന്നാൽ അത് പറ്റില്ല എന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും ചോദിച്ചാലേ പറ്റുള്ളൂ എന്നയാൾ വാശി പിടിക്കും. പിന്നീട് കഷണ്ടിയുള്ളയാൾ തൻ്റെ കാമുകിയുമായി സ്നേഹിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവൾക്ക് റിംഗ് ലൈറ്റ് ഗിഫ്റ്റായി കൊടുക്കും. പിന്നീട് അമ്മായിയച്ഛനെ കണ്ട് 16 വർഷം സുഖിച്ചില്ല എന്ന രീതിയിൽ സംസാരിക്കും. അയാൾക്കത് ഇഷ്ടമാകില്ല. അതുകൊണ്ട് പിന്നീട് അയാളുടെ ഭാര്യയുടെ അടുത്ത് എന്തിനാണ് ഇയാൾക്ക് നമ്മുടെ മകളെ കെട്ടിച്ചു കൊടുത്തത് എന്നയാൾ ചോദിക്കുന്നുണ്ട്. അവൻ്റെ സ്വഭാവം പണ്ടേ കൊള്ളില്ല എന്നും അയാൾ പറയും. എന്നാൽ മകൾ ഇതൊന്നും കേൾക്കാത്ത രീതിയിൽ നിൽക്കും. പ്രസന്റ് സീനിൽ ഇൻട്രോഗേഷൻ റൂമിൽ മകൾ അച്ഛനോട് 16 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം പറയുകയാണ്. അച്ഛൻ ഉപേക്ഷിച്ചു പോയ ടൈമിൽ അമ്മ അന്വേഷിച്ചിരുന്നു. എന്നാൽ അച്ഛൻ വേറെ ഫാമിലിയുമായി സെറ്റിലായി എന്നാണ് ഞങ്ങൾ അറിഞ്ഞത് എന്നവൾ പറയും. അത് കഴിഞ്ഞ് ഫ്ലാഷ് ബാക്ക് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അമ്മായിയമ്മയും മരുമകനും സ്വത്തുക്കളെ കുറിച്ചാണ് പറയുന്നത്. ആ വീട്ടിൽ വയ്യാത്തൊരു അപ്പൂപ്പനുണ്ട്. അയാളുടെ പേരിലാണ് എല്ലാ സ്വത്തുക്കളും. അയാൾ മരിച്ചാൽ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ എന്നും അയാൾ പറയുന്നുണ്ട്. എന്നാൽ മരിക്കുന്നതിന് മുമ്പ് അതൊക്കെ സ്വന്തമാക്കാനുള്ള തീരുമാനിക്കുകയാണ് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന്. അങ്ങനെ അയാൾ ആ വയസ്സായ മനുഷ്യനെ കാണാൻ പോകും. എന്നിട്ട് തന്ത്രത്തിൽ പേപ്പറിൽ സൈൻ വാങ്ങാൻ നോക്കും. എന്നാൽ അയാൾ അത് മനസ്സിലാക്കി സൈൻ ചെയ്യില്ല എന്ന് പറയും. എന്നിട്ട് ഇതിൽ ദേഷ്യം പിടിച്ച് കഷണ്ടി തലയൻ അവിടെ നിന്നും പോകും. ഹീറോയിൻ പുറത്തു നിന്ന് ശബ്ദം കേട്ട് ബാത്റൂം ഏരിയയിലേക്ക് പോകും. ബാത്റൂമിനുള്ളിൽ അവളുടെ ഭർത്താവും അനുജത്തെയും സ്നേഹിക്കുകയാണ്. അത് കണ്ടുപിടിച്ച് ഭാര്യ ഭർത്താവിനോട് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പ്രശ്നമുണ്ടാക്കിയാൽ കൊന്നു കളയുമെന്ന് അയാൾ പറയുന്നു. അവൾ അനുജത്തിയോടും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നു. എന്നാൽ അവൾ അത് വലിയ പ്രശ്നമാക്കുന്നില്ല. പിന്നീട് ഹീറോയിൻ അമ്മയോട് ഈ കാര്യം പറയും. അപ്പോൾ സീൻ ഷിഫ്റ്റായി പ്രസന്റിൽ അമ്മയെ ഇൻട്രോഗേഷൻ റൂമിൽ അവൾ കാണുന്നു. അവരോട് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. പിന്നെയും ഫ്ലാഷ് ബാക്കിലേക്ക് വരുമ്പോൾ അമ്മ മകളോട് പറയും, 16 വർഷത്തിന് ശേഷം നിന്റെ അച്ഛൻ തിരിച്ചു വന്നു. ഈ വേളയിൽ നിന്റെ കുടുംബ ജീവിതം ഡിസ്കസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. സ്വന്തം ഭർത്താവിനെ സംരക്ഷിക്കേണ്ടത് നിന്റെ കടമയാണ്. നിനക്കത് പറ്റുന്നില്ലെങ്കിൽ നീ എന്തിനാണ് വിവാഹം കഴിച്ചത് എന്നുള്ള രീതിയിൽ അവർ ചോദിക്കുന്നു. അതിനുശേഷം പിന്നെയും ഫ്ലാഷ് ബാക്ക് വരുന്നു. ഹീറോയിൻ്റെ അമ്മയെ ഭർത്താവില്ലായിരുന്ന ടൈമിൽ ഹെൽപ്പ് ചെയ്തത് ഇപ്പോൾ വയ്യാതെ കിടക്കുന്ന അപ്പൂപ്പനാണ്. അയാളുടെ ചെറുപ്പത്തിൽ ഈ സ്ത്രീയെ അവർ ചൂഷണം ചെയ്തിരുന്നു. പിന്നീട് മകളെയും ആവശ്യപ്പെട്ടു. അതിനും അവർ വഴങ്ങി. പ്രസന്റിൽ അയാളെയും കാണിക്കുന്നുണ്ട് ഇൻട്രോഗേഷൻ റൂമിൽ.
പിന്നീട് നമ്മുടെ ഹീറോയിൻ്റെ മകളുടെ ബർത്ത്ഡേ സെലിബ്രേഷനാണ് കാണിക്കുന്നത്. എല്ലാവരും ഉറങ്ങുന്ന ടൈമിൽ ഹീറോയിന് മാത്രം ഉറക്കം വരുന്നില്ല. അവൾ പുറത്തിറങ്ങി ആലോചിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും ഇയാൾ കാരണമാണ് എന്ന് അവൾ അവളുടെ ഭർത്താവിനെ കുറിച്ച് ആലോചിക്കുന്നു. എന്നിട്ട് അയാളെ അവിടെ നിന്നും തൂക്കുന്നു. എന്നിട്ടൊരു കത്തി എടുക്കുന്നു. നമ്മൾ വിചാരിക്കും ഭർത്താവിനെ കൊല്ലാൻ പോകുകയാണ് എന്ന്. എന്നാൽ ആദ്യം 16 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന അച്ഛൻ്റെ കഴുത്ത് അറുത്തു കൊല്ലും. അയാൾ ഉപേക്ഷിച്ച് പോയില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് അവൾ ഓർക്കും. ഇപ്പോൾ പ്രസന്റിൽ നമ്മൾ കാണുന്നത് മരിച്ചവരോട് സംസാരിക്കുന്ന ഹീറോയിനെയാണ്. ദേഷ്യം കാരണം പിന്നീട് അവൾ പോകുന്നത് വയ്യാതെ കിടക്കുന്ന അപ്പൂപ്പൻ്റെ അടുത്താണ്. മൂന്നാമതായി കൊല്ലുന്നത് അമ്മയെയാണ്. നീയൊക്കെ ഒരു അമ്മയാണോ എന്നവൾ ചോദിക്കുന്നു. നീ സ്വത്തിനായി സ്വന്തം മകളുടെ ശരീരം വിൽക്കുമല്ലേ എന്നും ചോദിച്ച് അമ്മയെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നു. സൈക്കോയെ പോലെ അവൾ ഭർത്താവിനോട് അനുജത്തിയോട് അവളുടെ കണ്ണു മുമ്പിൽ വെച്ച് സ്നേഹിക്കാൻ പറയും. നിനക്കായാണ് എൻ്റെ ജീവിതം തന്നെ തൊലച്ചത്, എന്നിട്ട് നീ എൻ്റെ ജീവിതം തകർക്കാൻ നോക്കിയല്ലേ എന്ന് അവൾ അനുജത്തിയോട് ചോദിക്കും. അപ്പൂപ്പൻ അനുജത്തിയെ വേണമെന്ന് പറയുമ്പോൾ അത് ഹീറോയിനാണ് എതിർത്തത്. എന്നിട്ടാണ് ഇവൾ തന്നോട് ഇങ്ങനെ ചെയ്തത് എന്ന് ഹീറോയിൻ ഓർക്കുന്നു. അങ്ങനെ അനുജത്തിയെയും കൊല്ലും. അങ്ങനെ ആ കൊലപാതകം ചെയ്തതിന് ശേഷം ആ രക്തക്കറയോടുകൂടി ഫുഡ് കഴിക്കുകയാണ്. എന്നിട്ട് അമ്മയെ നിങ്ങൾക്ക് ഫുഡ് വേണോ എന്ന് സൈക്കോയെ പോലെ ചോദിക്കും. എന്നിട്ട് ഫോൺ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് വീട്ടിൽ 4 കൊലപാതകം നടന്നിട്ടുണ്ട്, ഇനി ബാക്കിയുള്ളത് ഞാനും എൻ്റെ മകളുമാണ് എന്ന് പറയും. ഇതിനുശേഷം മകളുടെ അടുത്തേക്ക് പോകുമ്പോൾ ഭർത്താവ് എങ്ങനെയൊക്കെ രക്ഷപ്പെടുന്നു. എന്നാൽ അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് കത്തി വെച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു. അപ്പോൾ മകൾ എഴുന്നേൽക്കുന്നു. എന്നിട്ട് അച്ഛാ എന്ന് വിളിക്കുന്നു. ആ നിമിഷം കത്തി തട്ടിപ്പറിച്ച് അയാളെ ഭീകരമായി വെട്ടിക്കൊല്ലും. എന്നിട്ട് മൂവിയുടെ തുടക്കത്തിൽ കണ്ടതുപോലെ തുണ്ടം തുണ്ടമാക്കി വെട്ടുന്ന അയാളെയാണ് നമ്മൾ കാണുന്നത്. ഇതെല്ലാം പ്രസന്റിൽ പോലീസിനോട് പറയുന്നു. ഫാമിലി മെമ്പേഴ്സ് എല്ലാം മുമ്പിൽ ഇരിക്കുന്നത് പോലെ കാണിക്കുന്നത് അവളുടെ ഇമാജിനേഷനാണ്. പോലീസുകാർക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എല്ലാ കൊലപാതകവും ഇവൾ ചെയ്തത് എന്ന്. എന്നാൽ ഇവൾ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു ഫാമിലി നിങ്ങൾക്കുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്തു പോകുമെന്ന്. ഈ മൂവി ശരിക്കും ഒരു നടന്ന കഥയെ ബേസ് ചെയ്തിട്ടാണ് എന്ന് കാണിക്കുന്നു. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്ന് കാണിച്ചാണ് ഈ മൂവി ഇവിടെ എൻഡ് ആകുന്നത്. മൂവി ഇഷ്ടപ്പെട്ട നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. See ya.